മോളിക്കുട്ടി വണ്ടിയായിട്ട് ഇവിടെ ഉണ്ടായത് നന്നായി. പോകാൻ വേറെ വണ്ടി നോക്കണ്ടല്ലോ. അമ്മേ, നവനോട് ഇപ്പൊ എന്താ പറയാ? ഡോക്ടർ വന്ന് ഡിസ്ചാർജ് ആണെന്ന് പറഞ്ഞപ്പോ നവീൻ ഭയങ്കര സന്തോഷത്തിലാ തിരിച്ചു പോകുന്ന കാര്യമൊക്കെ പറയുന്നത്. നവീന്റെ ഭാര്യയായിട്ടുള്ള നിന്റെ അഭിനയം അവസാനിച്ചു. അതിനിനി ഇവിടെ ഒരു സംശയമില്ല. അമ്മ വളരെ നിസ്സാരമായിട്ട് ഈ സംഭവമൊക്കെ കാണുന്നത്. ഇതിന്റെ ഗൗരവമൊക്കെ എനിക്കറിയാം. ഈ ജീവിതകാലം മുഴുവൻ ജീവിതം അവസാനിപ്പിച്ച് ഇതിന്റെ പുറകെ നിനക്ക് നടക്കേണ്ടി വരും. ഈ ആൾമാറാട്ടോ, അന്യർക്കുള്ള ശാപം എടുത്തു വെപ്പും, മരണത്തിന് മുന്നിൽ കൂടിയുള്ള നടത്തവും അമ്മയ്ക്ക് മടുത്തുപോയി. നമുക്കൊരുപാട് സമ്പത്തൊന്നും വേണ്ട. കഷ്ടപ്പെട്ടുള്ളതുകൊണ്ട് ഇച്ചിരി കഞ്ഞി വെച്ച് കുടിച്ചാൽ മതി. നിന്റെ ജീവൻ ആപത്തില്ല എന്നുള്ളൊരു ധൈര്യം വേണം. അമ്മേ, കിടത്താനോ മറ്റോ ബുദ്ധിമുട്ടുണ്ടെങ്കിലോ ബെഡൊന്ന് ചേഞ്ച് ചെയ്ത് തരണം. 1 or 2 ബെഡ് ഒന്നിച്ച് നിലത്തിടുക മറ്റോ. ആ, അതെന്തിനാടാ? നല്ല സോഫ്റ്റ് ആയ ബെഡല്ലേ മുറിയിൽ കിടക്കുന്നത്. പിന്നെ അങ്ങനെയുള്ള ശാരീരിക പ്രശ്നങ്ങളല്ലല്ലോ ഗാഥയ്ക്ക്. മുഴുവൻ സമയവും ആരെങ്കിലും അടുത്ത് വേണം. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതൊന്നും കുഴപ്പമില്ലമ്മേ. ഞാൻ അയാളുടെ അടുത്ത് തന്നെ ഉണ്ടാവും. പിന്നെ പെട്ടെന്നൊന്ന് മാറണം തോന്നിക്കഴിഞ്ഞാൽ അമ്മയുണ്ടല്ലോ. തങ്കം, ഞങ്ങള് ഗാഥമോളുമായിട്ട് കളരിക്കൽ തിരിച്ചെത്തിയാലുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവൻ പറയുന്നത് ഗാഥമോൾക്ക് കിടക്കാനുള്ള ബെഡൊന്ന് മാറ്റി വാങ്ങണമെന്നാ. അത് വേറൊന്നും കൊണ്ടല്ല അമ്മേ. കുറേ സമയം കിടന്നിട്ടേ കഴുത്തൊക്കെ വേദനിക്കുന്നുണ്ടാവും. അപ്പൊ കുറച്ചുകൂടി ഒരു സോഫ്റ്റ് ബെഡ് വാങ്ങിക്കഴിഞ്ഞാൽ നന്നായിരിക്കത്തില്ലേ? രണ്ടുപേരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ മോളെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുക. തങ്കം എന്താ ഈ പറയുന്നേ? അതെന്തിനാ തങ്കം കൂട്ടിക്കൊണ്ടു പോകുന്നത്? ഗാഥമോളെ കളരിക്കലേക്ക് കൊണ്ടുപോകാനാ ഞങ്ങളുടെ തീരുമാനം. അത് തന്നെയാ നല്ലത്. ഗാഥ നവീന്റെ ഒപ്പം കളരിക്കലേക്ക് പോട്ടെ. ആ